കീടിലൊരു ചെമ്പല്ലി നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരിച്ചിരി നേരം ഇവിടെ നിൽക്കണം. ഒരെണ്ണം കിടന്ന് കറങ്ങും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങും. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത്ര നേരം കഴിഞ്ഞ് വന്നേന്നറിയാം. അടി എൻ്റെ നടുവിന് കൊണ്ടുകൊണ്ട് അത് കിട്ടി. അത് കയറിയിട്ടുമില്ല. അത് ഇവിടെയും ഞാനൊരു ചെമ്പല്ലി അടിക്കുന്നതാണ്. അത് ചെന്ന് കയറിയ ഒരു കരിമീന. ചേടക്കൊക്കെ വന്ന് കയറി കിടക്കും. ഇനി നമ്മുടെ മെയിൻ ഷൂട്ടിലോട്ട് വരത്തേ ഉള്ളൂ. അതുകൊണ്ടാ ഇത് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞതിലൊരു അടിപൊളി വലിയൊരു വാഹ നമ്മൾ പിടിച്ചതാണ്. ഇവിടുന്ന് തന്നെ ഉണ്ട്. ഈ 2 കമ്പുണ്ട്. ഈ 2 കമ്പിൻ്റെ അപ്പുറം അപ്പുറം കാല് ചവിട്ടി നിന്നാണ് ഞാൻ ഈ വാഹ അടിച്ചെടുത്തത് കഴിഞ്ഞതിനും. ഇതും അതുപോലെ തന്നെ വന്നപ്പോഴേ എല്ലാം ഓടി. എന്നാലും ഒരെണ്ണത്തിന് നമ്മൾ കിട്ടും. അപ്പോൾ ഷൂട്ടൊന്ന് കണ്ടു നോക്കേ. ഓക്കെ ഓക്കെ, ഇടത്തില്ല മോനെ, ഇടത്തില്ല മോനെ, ഇടത്തില്ല മോനെ, ഇടത്തില്ല മോനെ. ഓ പോടെ. പോവോ ചകല് കയറിയിട്ടുള്ളു. ഓക്കെ 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 ഓക്കെ, അടിപൊളി വരണം. ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ല. അടിച്ചിറങ്ങി പോയേക്കുന്നു. മാംസമൊക്കെ നണ്ടുപോയി. അടിപൊളി പറഞ്ഞു. നമുക്ക് കവറിലാക്കിയിട്ട് അടിപൊളി. നമുക്കിനി ഇവിടുന്ന് ഒരു വാഹ ഷൂട്ടുണ്ട് കേട്ടോ. ദൂരന്നേ അയാൾ വന്നതാ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരടിയാ. ഓക്കെ, വന്ന് കയറിയില്ല. അതിന് മുമ്പ് ഒരെണ്ണത്തിന് കിട്ടി. ഓക്കെ, ഒന്ന് കയറിയില്ല അങ്ങനെ. ഒന്നങ്ങോട്ട് കയറിയില്ല. അതിന് മുമ്പ് ചെറുതാ, എന്നാലും കുഴപ്പമില്ല. മുള്ളിനകത്ത് പിടിച്ച് അവിടെ കിടക്കട്ടെ.
ചാടുന്നു. ചാടണ്ട നമ്മൾ ചാടി കളിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇടവേള ഞാൻ എടുക്കുവാന്ന് കേട്ടോ. ഒരു സാധനം മേടിക്കണം. അത് മേടിച്ചിട്ട് നമുക്ക് അടുത്ത ഫിഷിങ്ങിലോട്ട് പോവാം. രാവിലെ ഫിഷിങ്ങിന് പോകുന്ന നേരത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഒരു സാധനം മേടിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറന്നിരുന്നായിരുന്നു. ഇപ്പോൾ ഇവരെ കണ്ടപ്പോഴാണ് പിടി കിട്ടിയത്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ആ സാധനവും ഞാൻ മേടിച്ചു, ബാഗിലാക്കി. എന്തായാലും നമുക്കിനി ചെറിയൊരു കരിമീൻ ഷൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഒന്നല്ല 2-3 കരിമീൻ നമ്മൾ ഒരിടത്തു നിന്ന് തന്നെ അടിച്ചെടുക്കും. അത് നമുക്ക് ഷൂട്ടിലോട്ടൊന്ന് പോകാം. ഓക്കെ, നല്ല അടിപൊളി ഒരു കരിമീൻ കിടന്ന് കറങ്ങുക. അത് എവിടെയെങ്കിലും ഒന്ന് കറക്റ്റ് ഒന്ന് നിൽക്കാമെങ്കിൽ നമ്മൾ അടിക്കുവാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി സൈസ് കരിമീനാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ അത് ഉള്ളിലോട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം പാറ കിടപ്പുണ്ട്. അട്ടി ഞാൻ പാറയ്ക്കേ കൊള്ളത്തുള്ളൂ. ആ പാറയുടെ സൈഡിലാണ് നിൽക്കുന്നത്. അവർക്ക് ഉള്ളിൽ നിന്നിട്ട് ഭാഗം ഒരു ഇടത്തരം സൈസൊക്കെ ഞാൻ അകത്തോട്ട് കയറിയിരിക്കുന്നത്. അത് നമുക്ക് അടുത്തന്നെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒരെണ്ണം അനങ്ങാതെ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ നേർക്ക് നേര് നിൽക്കും. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കും. അതൊന്ന് കറങ്ങി തിരിഞ്ഞ് നിൽക്കുക. നോക്കട്ടെ, ഒന്ന് അടിച്ചു നോക്കട്ടെ. അടി കൊണ്ട് മീൻ പോയ പോക്ക് നോക്കണേ. ഇല്ല, തെന്നി മാറിപ്പോന്നണക്ക മീൻ പോയ പോക്ക് കണ്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കണ്ടോ. കണ്ടോ, പോയണ്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഉണ്ടെണ്ണം. കുറച്ച് ദിവസം കൊണ്ടായി കരിമീനെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ട്. കാരണം നമ്മൾ അതിനെയൊക്കെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വാഹയുടെ പുറയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചിലപ്പം മിസ്സായി പോകും. ചിലപ്പം മുന്നൊക്കെ നമുക്ക് തെറ്റും. അതുകൊണ്ട് ഇടയ്ക്ക് ഇതിനെയൊക്കെ അടിച്ചെടുക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പെട്ടെന്നാണ് എയിമിങ് നോക്കാതെ പെട്ടെന്നാണ് മീനെ അടിച്ചെടുക്കുന്നത്. കാരണം ആരും എയിമിങ് പോയിൻ്റ് എങ്ങനെയാണെന്ന് ഞാൻ പിടിക്കുന്നതെന്ന് കാണുന്നില്ല. ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനകത്തുണ്ട് കേട്ടോ. അടുത്ത കരിമീൻ ഷൂട്ടിൽ നമുക്ക് കാണാം. എയിമിങ് പോയിൻ്റ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചു. അന്നേരം ഞാൻ ഓർത്തത് ഒന്ന് പെട്ടെന്ന് അടിക്കേണ്ട, ഇച്ചിരി എയിമിങ് പിടിച്ച് നിന്നതിന് ശേഷം നമുക്ക് അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ 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 ഓക്കെ. അടുത്ത ഒരു കരിമീനെ കണ്ടടിക്കുന്നത്. പക്ഷെ പാളിപ്പോവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രൈഡിൻ്റെ സെൻറ്ററിലല്ല ഡാർട്ട് സെറ്റ് ചെയ്തിരുന്നത്, സൈഡിലായിരുന്നു. അങ്ങനെ ഒരു അടി മിസ്സായിപ്പോവും. ഓ പോയി പോയി. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ബാഗിനകത്ത് മീനെ ആക്കുന്ന കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ ഐസ് ബോക്സൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അത് എടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഐസ് ബോക്സൊക്കെ നമ്മൾ അതിനകത്ത് മീൻ ഇട്ടിട്ട് പോകുന്ന നേരത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് നോക്കും.
അപ്പോൾ എനിക്ക് പറയാം ഇത്രയും കിട്ടിയോളോ. ആ ഇയാൾ കൊള്ളാലടെ, ഇങ്ങനെയൊക്കെ അടിച്ചെടുക്കാൻ പറ്റുമോ? ഇങ്ങനെ മിക്കുള്ളവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലാതെ ഞാൻ തൂക്കിയിട്ടുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നടക്കാത്തത്. എന്താണ്, ബാഗിലാകുമ്പോൾ ആരും അറിയത്തില്ല, ഒന്നും ചോദിക്കത്തുമില്ല. നമ്മൾ മീനെ പിടിച്ച് അന്നേരം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ആരും ചോദിക്കത്തില്ല, ബാഗ് നമ്മുടെ കൈ തോളി കിടക്കുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഐസ് ബോക്സ് ഒന്നും കൊണ്ടുവരാത്ത. ഇനി നമുക്ക് വേറെ എടുത്തിട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം. അതിനകത്ത് ലോക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളില്ലാത്തപ്പം തുറന്നു നോക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തർ തുറന്നു നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് മീൻ കിട്ടാതായിട്ടുണ്ട്. ഞാൻ പോയിട്ട് ചുമ്മാ വീട്ടിൽ ഒരെണ്ണത്തിനെയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അന്ന് മുതൽ ഞാൻ പിന്നെ ആരെയും മീനെ കാണിക്കത്തില്ല. ആർക്കെങ്കിലും ആവിഷ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവർക്ക് കൊടുത്തിട്ട് പൈസയും മേടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത്. കാരണം പുതിയ ഐറ്റങ്ങൾ മേടിക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ വിൽക്കുന്നത്. ഇത് വലിയൊരു വാഹയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ചതാണ്. പക്ഷേ പെട്ടെന്നില്ല, ഓടിപ്പോയ സമയത്ത് അടിച്ചതാണ്. അത് ചെറുതായിരുന്നു. പിന്നെ നമ്മൾ കിട്ടിയ അവസരം കളഞ്ഞില്ല. എന്തായാലും നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഇന്ന് കിട്ടിയ മീൻ. എങ്ങനെയുണ്ട് ഐറ്റങ്ങൾ? കൊള്ളാമല്ലേ? അപ്പോൾ കരിമീനെയൊന്നും നമ്മൾ മിസ്സാക്കിയില്ല, എല്ലാത്തിനെയും അടിച്ചെടുത്ത്. എന്തായാലും ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നല്ലൊരു വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ.